പത്രപുഷ്പഫലച്ഛായ മൂലവൽക്കലതാരുഭി ഗന്ധനിര്യാസഭസ്മാസ്ഥിതോക്മൈ കാമാൻ വിതന്വതേ ഏതാവജ്ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാവാചശ്രേവാചരേൽ സദാ ഇതി പ്രവാളസ്തപകഫലപുഷ്പദളോൽക്കരൈ തരൂണാം നമ്രശാഖാനമധ്യേന യമുനാം ഗതഃ തത്ര ഗാഹ പായിത്വാപ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപഭുർജലം തസ്യ ഉപവനേ കാമം ചാരയന്ത പശൂന്നൃപ കൃഷ്ണരാമ ഉപാഗമ്യ ക്ഷുധാർത്ത ഇതമബ്രുവൻ ഗോപാഊജുഹു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിപരിഹണ ഏഷാ വിബാധത്തെ ക്ഷുന്നസ്തച്ഛാന്തി കർത്തുമരിഹത ശ്രീസുക ഉവാച ഇത് വിജ്ഞാപിതോ ഗോപൈ ഭഗവാൻ ദേവകീസുത ഭക്തായ വിപ്രഭാര്യായ പ്രസീദന്യതമബ്രവീത പ്രയാത ദേവേജനം ബ്രാഹ്മണ ബ്രഹ്മവാദിന സത്രമാംഗീരസന്നാവാഹ്യാസത്തെ സ്വർഗകാമ്യയ തത്ര ഗത്വ ഉദനം ഗോപയാചിതാസ്മദ് വിസർജിതാഃ കീർത്തയന്തോ ഭഗവതാര്യസ്യ മമ ചാഭിധാം ഇത്യാദിഷ്ട ഭഗവത ഗത്വ യാചന്തത്തെ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവൽപതിതാ ഭുവി ഹേ ഭൂമിദേവാഃ ശൃണുതാ കൃഷ്ണസ്യാദേശകാരിണഃ പ്രാപ്താഞ്ജാനീത ഭദ്രം വോ ഗോപാന്നോ രാമചോദിതാൻ ഗാശാരയന്താവവിദൂര ഓദനം രാമാച്യുതൗ ലഷതോ ബുഭുക്ഷിതൗ തയോർദ്ദിജോദനമർത്ഥിനോര്യതി ശ്രദ്ധാജവോച്ഛത ധർമ്മവിത്തമാഃ ദീക്ഷായാഃ പശുസംസ്ഥായാഃ സൗത്രാമണ്യാശ്ച സത്തമാഃ അന്യത്ര ദീക്ഷിതസ്യാപി നാന്നമസ്നൻ ഹി ദുഷ്യതി ഇതി തേ ഭഗവദ്യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രൂഃ ക്ഷുദ്രാശ ഭൂരികർമാണോ ബാലിശ വൃദ്ധമാനിനഃ ദേശകാല പൃഥക് ദ്രവ്യമന്ത്ര തന്ത്രർത്തിജോഗ്നയാ ദേവതായജമാനശ്ച ക്രതുർധർമ്മശ്ചയന്മയഃ തം ബ്രഹ്മ പരമം സാക്ഷാൽ ഭഗവന്തമധോക്ഷജം മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞമർത്യാത്മാനോ നമേനിരേ നതേയതോമിതി പ്രോജുഹു നേതിജ പരന്തവ ഗോപാനിരാശഃ പ്രത്യേത്യ തഥോജു കൃഷ്ണരാമയോഃ തദുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരഃ വ്യാജഹാര പുനർഗോപാന്തരിശയം ലൗകികീം ഗതിം മാം ജ്ഞാപേതപത്നേഭ്യസ്ത സങ്കരീഷണമാഗതം ദാസ്യന്തി കാമം അന്നംവഹ സ്നിഗ്ധാമയുഷിതാ ധിയാ ഗത്വാധപത്നീശാലായാം ദൃഷ്ട്വാ സീനാ സുലങ്കൃതാഃ നത്വാ ദ്വിജസതീർഗോപാഃ പ്രശ്രിതായിതമബ്രുവൻ നമോ വോ വിപ്രപത്നീഭ്യോ നിബോധത വജാംസിനഃ ഇതോ വിദൂരേ ചരിതാ കൃഷ്ണേന ഹേഷിതാവയം ഗാശാരേൻ സഗോപാലൈഃ സരാമു ദൂരമാഗതഃ ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തൽകഥാക്ഷിപ്പത മനസോ ബഭൂർജാത സംഭ്രമാഃ ചതുർവിധം ബഹുഗുണമന്നമാദായ ഭാജനൈഃ അഭിസസ്രുപ്രിയം സർവാഃ സമുദ്രമിവ നിമ്നഗാഃ നിഷിധ്യമാനാഃ പതിഭിः ഭ്രാതൃഭിർബന്ധുഭിः സുതൈഃ ഭഗവത്യുത്തമശ്ലോകേ ദീർഘശ്രുതധൃതാശയാഃ യമുനോപവനെ ശോകനവപല്ലവപണ്ഡിതേ വിചരന്തമൃതങ്കോപൈഃ സാഗ്രജം ദദിശുസ്ത്രിയഃ ശ്യാമം ഹിരണ്യപരിധിമനമാല്യബിരിഹധാതുപ്രവാള നടവേഷമനുവൃതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോൽപലാളക കപോലമുഖാബ്ജഹാസം പ്രായശ്രുതപ്രിയതമോദയകർണപൂരൈര്യസ്മിൻ നിമഗ്നമനസ്സസ്തമഥാക്ഷിരന്ധ്രൈഃ അന്തപ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിജഹുർനരേന്ദ്ര താസ്തഥാ ത്യക്ത സർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായാഖിലദിരഗ്ദൃഷ്ടപ്രാഹ പ്രഹസിതാനനഃ സ്വാഗതം വോ മഹാഭാഗാസ്യതം കരവാമ കിം എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ഹിവഃ നന്വധാമൈ കുർവന്തി കുശലാഃ സ്വാർത്ഥദർശനാഃ അഹൈതുക്യവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേധ പ്രാണബുദ്ധിമനസ്വാത്മധാരാപത്യധനാദയ യൽ സമ്പർക്കാൽ പ്രിയാസം സ്തതക്കോന്വപരപ്രിയഃ തത് യാതദേവേജനം പദയോ ദ്വിജാതയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേധിനഃ പത്ന്യ ഊജുഃ മൈവം വിഭോരിഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമപദാവസൃഷ്ടം കേശൈർനിവോഢുമതിലംഘ്യ സമസ്തബന്ധൂൻ ഗൃഹന്തി നോ നപദയ പിതരോ സുതാവാ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ തസ്മാൽ ഭവൽ പ്രപദയോ പതിതാത്മനാം നോ നാന്യാ ഭവേൽ ഗതിരരിന്ദമ തദ്വിധേഹി ശ്രീഭഗവാനുവാച പദയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയ ലോകാശ്ച ഓമയോ വേദ ദേവാപ്യനുമന്വതേ ന പ്രീതേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ.
വിഷയത്യാഗം കൊണ്ടും അതതിന് സഹായകമാണ്. വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് ഇങ്ങനെ വിചാരം വരണ്ടോ, അവരെ കാണണം, ഇവിടെ പോകണം, ഇത് അനുഭവിക്കണം തോന്നണ്ടോ എന്നറിയാൻ പറ്റുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം നല്ലതാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളൊക്കെ മനസ്സ് എവിടേക്കാണ് പോണത്, അതിനോടൊക്കെ സംഘമുണ്ട്, എന്തിനോടൊക്കെ ഉണ്ടെന്ന് അറിയാൻ. മനസ്സിലായോ? ഗോപിമാരെ സംബന്ധിച്ചുള്ള മനസ്സിൽ നിന്ന് സംഘം പോയാൽ പിന്നെ ശാരീരികമായി ഒന്നിനോട് ഒട്ടലുണ്ടാവില്ലല്ലോ. ഗോപിമാരുടെ മനസ്സ് കൃഷ്ണനോട് ചേർന്നപ്പോൾ ഒന്നിനോട് സംഘമില്ലാണ്ടായി, എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാ, അവരിൽ നിന്ന് വീണുപോയി. ശരിക്കും പറഞ്ഞാൽ ഇതാണ് സാധകന് സംഭവിക്കേണ്ടത്. ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നവർ അങ്ങനെ ഓടി, അത് പൂർത്തിയാക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൂട്ടി വരുന്നവരോ കുട്ടികളെ അവിടെ ഇട്ടിട്ടോടി, ഇട്ടിട്ടോടല്ല അവരറിഞ്ഞാണ്ട് ഓടി. കുളിച്ചു നിന്നവർ അങ്ങനെ ഓടി, വസ്ത്രം ധരിച്ചു ചിലരെ, വസ്ത്രം ധരിച്ചില്ല വ്യത്യസ്തമായി ധരിച്ചു ചിലരെ, അങ്ങനെയൊക്കെ ഓടി. കൂട്ടം കൂട്ടമായിട്ട് എല്ലാവരും ഈ രാത്രിയിൽ കാട്ടിൽ വന്നപ്പോൾ കൃഷ്ണൻ അവരോട് ചോദിച്ചു, എന്താ വല്ല ആപത്തുണ്ടായോ? ഈ രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ ഓടി വന്നെന്താ? ആപത്തുണ്ടാവുമ്പോഴല്ലേ കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി വരാറ്. ആപത്തൊന്നും ഉണ്ടായിട്ടില്ല, മുഖത്ത് ഒരു പരിഭ്രമം കാണാനില്ല. ഭഗവാ പറയാ, ഈ ഘോരമായ പെരുങ്കാട്ടിൽ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ കുട്ടികളെ വന്നിട്ട്, ആദ്യമായിട്ട് വരികയല്ലേ. കുറച്ചും കൂടി കഴിഞ്ഞാലേ ഇരുട്ടങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ക്രൂര മൃഗങ്ങളിറങ്ങി വരും, ആന പോലീസും ഒക്കെ. എല്ലാം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി എന്ന ഭഗവാന്റെ പ്രതിജ്ഞാലേ. നീ എല്ലാ ധർമ്മം വിട്ട് എന്നെ ആശ്രയിച്ചോളൂ, ഞാൻ നിന്നെ എല്ലാത്തിനും മോചിപ്പിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിലെത്തിയിട്ട്, ഭഗവാനെ ഞങ്ങളോട് ഇങ്ങനെ കരുണയില്ലാതെ പറയരുതേ, ഞങ്ങൾക്ക് പോവാൻ ഇടയില്ല, ഞങ്ങൾക്ക് ആരെയും സേവിക്കേണ്ടതില്ല, ഞങ്ങൾ ചെയ്ത ആചരണത്തിൻ്റെ ഫലമാണ് ഭഗവാനിൽ എത്തിച്ചേർന്ന് ഭഗവത് ഭക്തി. ധർമാചരണത്തിൻ്റെ ഉദ്ദേശം ഈശ്വരനിൽ പരമപ്രേമം ഉണ്ടാവല. ഭഗവാൻ ഇവർക്കും ബ്രാഹ്മണ സ്ത്രീകളോട് പറഞ്ഞ മാതിരി പതിവ്രതാധർമ്മം പറഞ്ഞു കൊടുത്തു. സ്ത്രീകളുടെ ധർമ്മം ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും ബന്ധുജനങ്ങളൊക്കെ ഈശ്വര ബുദ്ധിയെ സേവിക്കലാണെന്ന് നോക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ ഈ ധർമ്മമൊക്കെ അങ്ങയുടെ കയ്യിൽ വെച്ചോളൂ, ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, ഞങ്ങൾക്കറിയാം ധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ആ ധർമ്മമൊക്കെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഭഗവാനിൽ എത്തിച്ചേർന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ സർവാത്മന ഭക്തിപൂർവ്വം ആശ്രയിച്ച് അവിടുത്തെ പാതാരവിന്ദങ്ങൾ എത്തി അവിടത്തോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഇങ്ങനെ കരുണയില്ലാതെ പറയരുതേ പ്രഭോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് സങ്കടപ്പെട്ടു, കരഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, ഇവർ ധർമാധർമ്മങ്ങൾക്കൊക്കെ അപ്പുറത്തെത്തിക്കണു, ഇനി ഇവർക്ക് ധർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന്. അവരതിന് യോഗ്യരാന്ന് മനസ്സിലായി. അവരെ മനോഹരമായിട്ടുള്ള ആ യമുനാപുഴത് ചുറ്റി നടത്തി കറങ്ങി അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിക്കാൻ തയ്യാറായി. അപ്പോഴോ കൃഷ്ണൻ അവരുടെ കൂട്ടത്തിലിരുന്ന് അവരോട് പല വിനോദങ്ങളൊക്കെ പറഞ്ഞ് അവരെ രസിപ്പിച്ചപ്പോൾ ആ ഗോപിമാരുടെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം വന്നു അത്രേ. ഭഗവാൻ ഉണ്ടാക്കിയത് അഹങ്കാരം. എന്താ? അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിൻ്റെ പുറകിലിരിക്കണം ഭഗവാൻ കൃഷ്ണനെ നമുക്ക് നഷ്ടപ്പെടും. അഹങ്കാരത്താൽ മറഞ്ഞിരിക്കുക ഭഗവാൻ. അഹങ്കാരം പൊന്തിയാൽ ഭഗവാൻ നഷ്ടപ്പെടും, അഹങ്കാരം മറഞ്ഞാൽ ഭഗവാൻ വെളിപ്പെടും. വെൻ ഈഗോ അസേർട്സ് ഗോഡ് ഡിസപ്പിയേഴ്സ് എന്നാണ് ഗുരുദേവൻ പറയും, ചിന്മയാൻ സ്വാമിജി. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം തലപൊക്കുമ്പോൾ ദൈവം പുറത്തേക്ക് പോകും. വെൻ ഈഗോ വാനിഷസ് ഗോഡ് എൻറ്റേഴ്സ്. നമ്മുടെ അഹങ്കാരം മേഘം പെയ്തൊഴിഞ്ഞ് ഇല്ലാണ്ടാവണ മാതിരി പോകുമ്പോഴോ സൂര്യൻ വെളിയിൽ വരുമല്ലേ. സൂര്യൻ അവിടെയുണ്ട്, മേഘത്തിൻ്റെ അവിടെ തല കാണിച്ചിങ്ങനെ വെളിയിൽ വരും. ഇതുമാതിരി ഭഗവാൻ തെളിഞ്ഞ് വിളങ്ങും, അനുഭവപ്പെടുന്ന. അതുവരെ അവർ കൃഷ്ണനെ കാണണം, അവരുടെ ദുഃഖം തീരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനെ വിളിച്ചത് അല്ലേ. ഇപ്പം അവർ പറയുകയാണ്, ഞങ്ങൾ കൃഷ്ണന് വേണ്ടി എത്ര ദുഃഖം സഹിക്കാം, പക്ഷേ കൃഷ്ണന് ദുഃഖം വരണം ഞങ്ങൾക്ക് താങ്ങാനാവില്ല. തൻ്റെ പ്രേമഭാജനത്തിൻ്റെ സുഖമാവണം നമ്മുടെ സുഖം, തൻ്റെ പ്രേമഭാജനത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാവണം. മനസ്സിലാണ്? കൃഷ്ണൻ്റെ ദുഃഖം അവരുടെ ദുഃഖം. അതുകൊണ്ട് കൃഷ്ണൻ്റെ കാലൊന്നും മുറിയാൻ ഇടവരരുത്, കല്ലും മുള്ളൊന്നും കയറണം വയ്യ, ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ, വേഗം വരും. കൃഷ്ണൻ ഉടനെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ആ കൃഷ്ണനെ കണ്ട സമയത്തേ കാമദേവൻ എല്ലാവരെയും ജയിച്ചു, വെന്നിക്കൊടി കാട്ടി, എല്ലാവരെയും ഞാൻ തോൽപ്പിച്ചു, ഇനി ഒരാളെ തോൽപ്പിക്കാനുള്ളൂ, ഈ കൃഷ്ണനെ തോൽപ്പിച്ച എല്ലാവരെയും ഞാൻ ജയിച്ചു എന്ന് ലോകത്തിൽ ഇന്നേഴ്സ് ബുക്കിൽ പേര് കിടക്കാമെന്നൊക്കെ അയാൾ വിചാരിച്ചു. മനസ്സിലായോ? മന്മഥൻ, മനസ്സിനെ മഥിക്കുന്ന കാമദേവൻ. ആ മന്മഥൻ കാമദേവൻ ഈ കൃഷ്ണനെ സുന്ദര രൂപം കണ്ടതും തല കറങ്ങി വീണു അത്രേ. ആ മന്മഥൻ വിചാരിച്ചു,
ബ്രഹ്മാവെ അങ്ങ് എന്തിനാ എന്നെ ആണായി സൃഷ്ടിച്ചത്? എന്നെ ഒരു ഗോപിയാക്കായിരുന്നില്ലേ? നോക്കൂ, അത്രയും സുന്ദരനായ കൃഷ്ണൻ. മന്മഥ മന്മഥ, മന്മഥനെയും എൻ്റെ മനസ്സിനെയും മഥിക്കുന്ന സൗന്ദര്യ, ആ വിശ്വോത്തര സൗന്ദര്യസാര സർവസ്വമായിരുന്നു കൃഷ്ണൻ. കൃഷ്ണനെ കണ്ടവന് ഈ ലോകത്തിൽ ഒന്നിലൊരു സൗന്ദര്യം കാണാനില്ല. സൗന്ദര്യത്തിൻ്റെ ചാറെടുത്തുണ്ടാക്കിയതാ കൃഷ്ണൻ രൂപം. മനസ്സിലായോ? വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ, സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ, ഇന്ദു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. ഇതാണ് കൃഷ്ണൻ.